ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യലേസ് വ്ളോഗ്സ്. ഇന്ന് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല, ഒരു സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ആരെങ്കിലും നമ്മളോട് വാട്ട് ഈസ് യുവർ വീക്ക്നെസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഐ ആം സെൻസിറ്റീവ് അല്ലേ. ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയധികം ടെൻഷനായി കാണുന്ന ആളുകളുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ വിഷമിക്കാതെ മുന്നോട്ട് പോകുക. തീർച്ചയായും ഒരു വെളിച്ചം നമ്മുടെ മുന്നിലുണ്ടാവും. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. അത് നമ്മളെ കൂടുതൽ സ്ട്രെങ്താക്കി മാറ്റും കേട്ടോ. എന്നും ഇങ്ങനെ വിഷമിച്ചിട്ട് അയ്യോ എനിക്കിങ്ങനെ ആണല്ലോ, ഇങ്ങനെയുള്ള വിഷമം വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ അതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് കണ്ടെത്തി ആ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് അതിനുള്ള എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് തിങ്ക് ചെയ്തിട്ട് അത് വളരെ ഉചിതമായിട്ട് തന്നെ അതിനുള്ള വഴി നോക്കി മുന്നോട്ട് പോകുക. ഈ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമൊന്നുമല്ല കേട്ടോ. സെൽഫ് കോൺഫിഡൻസ് ഈസ് എ സൂപ്പർ പവർ എന്ന് പറയാം. അതായത് നമ്മൾ നമ്മളിൽ തന്നെ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നല്ലൊരു ചേഞ്ചസ് തന്നെ ഉണ്ടാവും കേട്ടോ. എന്തായാലും അത് നമുക്ക് അറിയാൻ പറ്റും. ഒരാളുടെ ആശകളെല്ലാം നശിക്കുമ്പോൾ, അതുപോലെ തന്നെ അയാളുടെ ആഗ്രഹങ്ങൾ നടക്കാതിരിക്കുമ്പോൾ, അതുപോലെ നമ്മൾ ഒരുപാട് സ്നേഹിച്ചവരിൽ നിന്നും സ്നേഹം തിരിച്ചു കിട്ടാതാവുമ്പോൾ, നമ്മുടെ സ്വപ്നങ്ങളൊന്നും യാഥാർത്ഥ്യമാവാതെ വരുമ്പോൾ, നമുക്ക് ഇഷ്ടമുള്ളവർ നമ്മളെ അവോയ്ഡ് ചെയ്യുന്ന സമയം അല്ലേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് എല്ലാവരും ഡൗണായിട്ട് കാണാറുണ്ട്. ചില സമയം ഒന്നിലും സന്തോഷം കണ്ടെത്താനാവാതെ ഉള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം. എന്തുമാവട്ടെ, നമ്മളിങ്ങനെ വളരെയധികം വിഷമിച്ചിരിക്കാതെ തളരാതെ തന്നെ കോൺഫിഡൻറ്റോടുകൂടി മുന്നോട്ട് പോകുക. നമ്മളെ വിശ്വസിക്കുന്നവരെ ഒരിക്കലും ചീറ്റ് ചെയ്യാതെ, ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ മറക്കാതെ, അതുപോലെ തന്നെ ആരാണോ നിങ്ങളെ സ്നേഹിക്കുന്നത് അവരെ വെറുക്കാതെ അതുപോലുള്ള സ്നേഹം അവർക്കും തിരിച്ചു കൊടുക്കുക. സ്നേഹം എന്ന് പറയുന്നത് പ്രകടിപ്പിക്കാനുള്ളതാണ്. അത് ജീവനോടെ ഇരിക്കുമ്പോൾ കൊടുക്കാൻ പറ്റുന്നതാണ്. അത് കുടുംബ ബന്ധമായാലും മാതാപിതാക്കളായാലും സഹോദരന്മാരായാലും അത് ജീവനോടെ ഇരിക്കുമ്പോഴല്ലേ അത് നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുള്ളൂ അല്ലേ. മരിച്ചു പോയിട്ട് പറയുന്നത് കേട്ടിട്ടില്ലേ, മൂർധാവിൽ ചുംബിച്ചിട്ട് എന്താ കാര്യം എന്ന് അല്ലേ. ഒരുപാട് സമ്പന്നരാണെങ്കിലും അവരും ജീവിക്കും, ഒരുപാട് ദരിദ്രനാണെങ്കിലും അവരും ജീവിക്കുന്നുണ്ട് അല്ലേ. എന്തില്ലാതെയും നമ്മൾ പിടിച്ചു നിൽക്കും. എന്നാൽ നമ്മൾ തളരുന്ന ഒരു സമയം വരും അല്ലേ. നമുക്ക് ചാഞ്ഞു കിടക്കാൻ ഒരു ആളില്ലെങ്കിൽ, അതുപോലെ നമ്മുടെ വിഷമങ്ങളെല്ലാം പറയാനും ഒന്ന് ഫോൺ ചെയ്തിട്ടാണെങ്കിലും അവരോട് നമ്മൾക്കുണ്ടാവുന്ന വിഷമങ്ങൾ പറയാൻ, അതുപോലെ നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ മനസ്സിലാക്കുന്ന ഒരാളില്ലെങ്കിൽ ജീവിതം വല്ലാതെ എന്താ പറയുക, ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നമ്മുടെ മുന്നിലുണ്ടാവാം. ഒരു ഉപ്പില്ലാത്ത കഞ്ഞി പോലെ എന്നൊക്കെ പറയാം അല്ലേ. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ നല്ല അനുഭവങ്ങളും ഉണ്ടാവാം, മോശം അനുഭവങ്ങളും ഉണ്ടാവാം അല്ലേ. നല്ലതാണെങ്കിൽ ഓക്കെ, എല്ലാവർക്കും നല്ലത്. മോശമായിരുന്നെങ്കിൽ എന്താ, ഇത് തന്നെയാണോ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം, കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കാതെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല ഇത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ കുറ്റങ്ങളും കുറവുകളും എല്ലാം ഉണ്ടാവാം. നമ്മൾക്ക് എല്ലാവർക്കും നമ്മൾ മനുഷ്യരാണ് അല്ലേ. നമ്മളെ മനുഷ്യരാക്കി തീർത്തത് തന്നെ നമ്മൾ ഓരോരുത്തരിലും ഉള്ള ഈ കുറവുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളെ മനുഷ്യരാക്കിയത്. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ദൈവമായി പോവില്ലായിരുന്നോ. അതുകൊണ്ട് എല്ലാവരുടെയും കുറ്റങ്ങളും കുറവുകളും എല്ലാം ഉൾക്കൊണ്ട് തന്നെ അത് ചികഞ്ഞെടുക്കാതെ, മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് തേടിപ്പിടിച്ച് നടക്കാതെ, നമ്മളിൽ എന്തെങ്കിലും കുറവുകളും കുറ്റങ്ങളും ഉണ്ടോ എന്ന് കണ്ടെത്തി അതെല്ലാം മാറ്റിയെടുത്ത് ഒരു പോസിറ്റീവ് വൈബോട് കൂടിയിട്ട് പറ്റുവാണെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പകർന്നു കൊടുത്ത്, അതുപോലെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ക്യാഷായിട്ട് തന്നെ അല്ലെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് മുന്നോട്ട് പോകുക. എന്തായാലും നല്ല സൂപ്പർബായിട്ടുള്ള ഒരു ലൈഫ് തന്നെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആര്യലേസ് വ്ളോഗ്സ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഒരുപാട് ഫ്രണ്ട്സ് ചാനലിലേക്ക് വരുന്നുണ്ട്. എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ഇനി നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിക്കോളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.